നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. തലസ്ഥാനത്ത് വീണ്ടും ചികിത്സാ പിഴവ്. കാട്ടാക്കടയിൽ കുത്തിവയ്പ്പിനെ തുടർന്ന് 2.5 വയസ്സുകാരി മരിച്ചു. സ്വകാര്യ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണം. ശ്വാസമുട്ടലിനെ തുടർന്ന് എത്തിച്ച കുട്ടിക്ക് കുത്തിവയ്പ് നൽകിയതിന് പിന്നാലെ ബോധരഹിതയായെന്ന് കുടുംബം. ആശുപത്രിക്ക് മുന്നിൽ ഡിവൈഎഫ്ഐയും ബിജെപിയും പ്രതിഷേധം നടത്തി. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുന്നു. OP ബഹിഷ്കരണം 7 ദിവസമായി തുടരുന്നു. ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് 4 ദിവസം. ശസ്ത്രക്രിയകൾ അനിശ്ചിതകാലത്തേക്ക് നീളുന്നു. നിലപാട് കടുപ്പിച്ച സർക്കാരും സമരത്തിൽ ഉറച്ച ഡോക്ടർമാരും. മുഖ്യമന്ത്രിയെ കണ്ട് പരിഹാരം തേടാൻ ഡോക്ടർമാരുടെ ശ്രമം. ശബരിമല കൊടിമര പ്രതിഷ്ഠാ കേസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തു. സ്വർണം നൽകിയതായി സുരേഷ് ഗോപിയുടെ മൊഴി. കേസിൽ മോഹൻലാലിന്റെ മൊഴിയും രേഖപ്പെടുത്തും. കൊടിമര പുനർനിർമ്മാണത്തിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് SITക്ക് വിജിലൻസ് കത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉന്നയിച്ച് നിയമസഭയിൽ വീണ്ടും പ്രതിപക്ഷ പ്രതിഷേധം. ഭക്ഷണം കഴിച്ച പൈസയെ ചൊല്ലി തർക്കം. ചായക്കട ഉടമയ്ക്കും ജീവനക്കാരനും മർദ്ദനം. സംഭവം കൊച്ചി കാക്കനാട്. പാലക്കാട് മണാർക്കാട് ജൂനിയർ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ഷർട്ടിന്റെ ബട്ടൺ ധരിക്കാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കം കൂട്ടമർദ്ദനത്തിലെത്തി. ഇടിവള ഉപയോഗിച്ച് വിദ്യാർത്ഥിയെ ആക്രമിച്ചു. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിന് ഇന്ന് തുടക്കം. ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ 10 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മാർച്ച് 3-ന്. കലാപരിപാടികളുടെ ഉദ്ഘാടനം നടൻ മോഹൻലാൽ നിർവഹിക്കും. തലസ്ഥാനത്ത് വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം. കാട്ടാക്കടയിലെ 2.5 വയസ്സുകാരിയുടെ മരണം കുത്തിവയ്പ്പിനെ തുടർന്നെന്ന് മാതാപിതാക്കൾ. മമൽ സ്വകാര്യ ആശുപത്രിയിൽ ശ്വാസമുട്ടലിനെ തുടർന്ന് ചികിത്സയ്ക്കെത്തിച്ച കുട്ടി കുത്തിവയ്പ്പുകൾ എടുത്തതിന് പിന്നാലെ ബോധരഹിതയാവുകയായിരുന്നെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കാട്ടാക്കട പുനലാൽ ചക്കിപ്പാറ സ്വദേശിയായ സിദ്ദിഖ് ഫൈസദ് ദമ്പതികളുടെ ഇരട്ടക്കുട്ടികളിൽ രണ്ടാമത്തെ കുട്ടിയായ ഐഷ ഫാത്തിമയാണ് മരിച്ചത്. ഈ മാസം 18-ാം തീയതി കുട്ടിക്ക് കണ്ണിന്റെ അലർജിക്ക് സമാനമായ രോഗമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കുകയും വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. പിന്നാലെ 20-ാം തീയതി രോഗം മൂർച്ഛിച്ചതോടെ കണ്ണാശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിക്കുകയും കണ്ണിന് തുള്ളിമരുന്ന് ഉൾപ്പെടെ നൽകി കുട്ടിയെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു. അന്നു രാത്രി പനിയും ശ്വാസം മുട്ടലും മൂർച്ഛിച്ചതിനെ തുടർന്ന് കുട്ടിയെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്തസാമ്പിളുകൾ ഉൾപ്പെടെ നൽകി വീട്ടിലേക്ക് മടങ്ങി. തുടർന്നും രോഗശമനം ഇല്ലാത്തതിനാലും ശ്വാസം മുട്ടൽ മൂർച്ഛിച്ചതിനെ തുടർന്നും വീണ്ടും ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് കുട്ടിക്ക് 2 ഇഞ്ചക്ഷനുകൾ നൽകിയത്. തുടർന്ന് കുട്ടിയുടെ മുഖം ഒരു വശത്തേക്കാവുകയും കുഞ്ഞ് അബോധാവസ്ഥയിലേക്ക് വീഴുകയുമായിരുന്നുവെന്നാണ് പിതാവ് പറയുന്നത്. പിന്നാലെ നിരവധി തവണ CPR ഉൾപ്പെടെ നൽകിയ ശേഷം രക്ഷിതാക്കളെ അറിയിക്കാതെ തന്നെ ഡോക്ടർമാരും നഴ്സും ചേർന്ന് കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും കുടുംബം ആരോപിക്കുന്നു. കുറേ നേരം ആവി പിടിച്ചതിന് ശേഷം മോള് പറഞ്ഞു മോൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു, മുട്ടായി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് 2 വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ ആവി മാറ്റുന്നതൊക്കെ മാറ്റി നോർമലായിരിക്കുകയാണ്, കളിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു മോളെ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഈ കൈയിൻ്റെ ഈ 2 സൈഡിൽ 2 ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എൻ്റെ മോള് ഇങ്ങനെ ഹോണിപ്പറ്റി ഞാൻ ശ്വാസം കിട്ടാതെ 3-4 പ്രാവശ്യം ഇങ്ങനെ ഇളുത്തിട്ട് അവളവിടെ കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത്. അപ്പോഴെന്നെ അടുത്ത ഡോക്ടർമാർ ഓടി വന്നു. നെഞ്ചിൽ കുറേ പ്രാവശ്യം ഒരു 10-30 മിനിറ്റോളം CPRും ECG ഒക്കെ വെച്ച് നോക്കി. രക്ഷപ്പെടാതെ നമ്മൾ പോലും പറയാതെ ഇവർ നേരെ ആംബുലൻസിൽ കയറ്റി. നമ്മളാരെയും കയറ്റിയില്ല. ഇവർ 2 ഡോക്ടർമാർ, ആര്യൻ ഭാര്യ ഡോക്ടറും ആ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്ത ഡോക്ടറും ഒരു നേഴ്സും പിന്നെ ആംബുലൻസിലെ 2 സ്റ്റാഫുകളും കൂടി ചേർന്ന് നമ്മളെ കയറാൻ സമ്മതിച്ചില്ല. അപ്പം ഞാൻ വേളം വെച്ച് ഞാൻ പറഞ്ഞു എവിടെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നെയ്യാർ മെഡിസിറ്റിയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഉമ്മയും കൂടെ കയറ്റിക്കൊണ്ട് നെയ്യാർ മെഡിസിറ്റിയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ, അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇത് ആദ്യമേ കൊണ്ടുവന്നപ്പോഴേ ഡെഡായിരുന്നു, മരണപ്പെട്ടാണ് കൊണ്ടുവന്നത്. അതിനുശേഷം നമ്മളൊരു 10 പ്രാവശ്യം മരുന്ന് കൊടുക്കാം. ആ മരുന്ന് കൊടുത്തിൻ്റെ ആ ഒരു സഹായത്തോടു കൂടി തിരിച്ച് കൊണ്ടുവരാൻ നോക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ടി വരും. അപ്പം രണ്ടാമത്തെ പ്രാവശ്യം മരുന്ന് കൊടുത്തപ്പോൾ തന്നെ ഒരു 10 മിനിറ്റോളം ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി നിൽക്കുകയും ചെയ്തു. പിന്നെ ഒരു 8 പ്രാവശ്യം ഇവിടെ തുടരെ മരുന്ന് കൊടുത്തതിന് ശേഷം റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് അവർ മരണം സ്ഥിരീകരിച്ചു. കുട്ടിക്കൊപ്പം സിദ്ദിഖിന്റെ അമ്മയുമായി ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അല്പം മുമ്പ് തന്നെ കുട്ടി മരിച്ചെന്നുള്ള വിവരമാണ് ഡോക്ടർമാർ നൽകിയത്. ഇഞ്ചക്ഷൻ നൽകിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടായതെന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ പ്രധാനമായും ആരോപിക്കുന്നത്.
കുട്ടിയുടെ നില മോശമായിട്ടും അരമണിക്കൂറോളം കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ വൈകിച്ചെന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ കുടുംബം ആര്യനാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ചികിത്സാ പിഴവ് ആരോപിച്ച് കാട്ടാക്കട മമൽ ആശുപത്രിക്ക് മുന്നിൽ ഡിവൈഎഫ്ഐയും ബിജെപിയും പ്രതിഷേധം നടത്തി. രോഗിക്ക് ശരിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് ആരോപിച്ചാണ് പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിലെത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധം ശക്തമായതോടെ സ്ഥലത്ത് പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഇതിനിടെ പ്രതിഷേധം തുടരുകയായിരുന്ന ബിജെപി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് നേരിയ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സ്ഥിതി നിയന്ത്രണ വിധേയമായി. അരുൺ മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എന്താണ് നമുക്ക് ഈ ഒരു വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്? ഈ കുട്ടിക്ക് ഇഞ്ചക്ഷൻ നൽകിയതിന് പിന്നാലെയാണോ ഈ അപകടം ഉണ്ടായത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടു കൂടിയായിരുന്നു ഈ പറയുന്ന കുട്ടിയെ ഈ പറയുന്ന മമൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ദമ്പതികളുടെ ഇരട്ടക്കുട്ടികളുടെ രണ്ടാമത്തെ കുട്ടിയാണ്. കഴിഞ്ഞ 19-ാം തീയതി മുതൽ ഈ കുട്ടിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് കണ്ണിന് മേളിലുണ്ടായ നീർക്കെട്ടിനെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ഈ പറയുന്ന ആദ്യം എത്തിച്ചിരുന്നത് ആര്യനാട് ആശുപത്രിയാണ് എത്തിച്ചത്. ആര്യനാട് ആശുപത്രിയിൽ ചികിത്സ നൽകി. തുടർന്ന് കുട്ടിക്ക് ഭേദമാവാത്തതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ ഒരു കണ്ണാശുപത്രിയിലും എത്തിച്ച് അവിടെയും തുള്ളിമരുന്ന് ഉൾപ്പെടെ നൽകി വീട്ടിൽ പറഞ്ഞയച്ചു. വൈകിട്ടോടുകൂടിയായിരുന്നു ഈ കുട്ടിക്ക് ശ്വാസമുട്ടലിനെ തുടർന്ന് ഈ പറയുന്ന ആശുപത്രി മമൽ ആശുപത്രിയിൽ എത്തിച്ചതിനെ തുടർന്ന് 2 ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ തന്നെ കുട്ടിയുടെ മുഖത്ത് വ്യത്യാസമുണ്ടാകുന്നു. മുഖം ഒരു ഭാഗത്തേക്ക് കോണിപ്പോകുന്ന ഒരവസ്ഥ. തുടർന്ന് അബോധാവസ്ഥയിലേക്ക് എത്തുന്നു. തുടർന്ന് ആശുപത്രി അധികൃതരായ ഡോക്ടർ, നഴ്സുമാരോടങ്ങുന്ന സംഘം, ഒപ്പം ഈ കുട്ടിയുടെ പിതാവ് സിദ്ദിഖിന്റെ മാതാവും കൂടെ ഉണ്ടായിരുന്നു. ഇവരുൾപ്പെടെ മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് മരണം സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം ഈ ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതി എടുത്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേസമയം തങ്ങൾക്ക് ഈ വിഷയത്തിൽ എല്ലാ കുട്ടിക്ക് ശ്വാസമുട്ടലുണ്ടായിരുന്നു, അലർജി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വാദത്തിൽ തന്നെയാണ്, മറ്റു ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നുള്ള വാദത്തിൽ തന്നെയാണ് മമൽ ആശുപത്രിയുടെ അധികൃതർ പറയുന്നത്. എന്താണ് സംഭവിച്ചെന്നുള്ളത് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ ലഭിച്ചാൽ മാത്രമേ വ്യക്തത വരുള്ളൂ എന്നുള്ളതാണ് ആര്യനാട് പോലീസ് നമ്മളോട് പറയുന്നത്. ആവണി, അതെ, നിലവിൽ ഇപ്പോൾ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ? പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. അതിന് ആ സമയത്ത് തന്നെ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധവുമായി ഈ ആശുപത്രിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രതിഷേധ സാഹചര്യം ഉടലെടുത്തൊരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രം പോരാ, കുട്ടിയുടെ ആന്തരികാവയവങ്ങളുടെ പരിശോധന ഉൾപ്പെടെ വന്നാൽ മാത്രമേ എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചതെന്നുള്ളത് ഒരു വ്യക്തത വരൂ എന്നുള്ളതും കൂടി പറയുന്നു. അതിനൊരു പക്ഷേ വിദഗ്ധ ആരോഗ്യ സംഘത്തിൽ തന്നെ ഇതിനെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ മനസ്സിലാവുള്ളൂ. അത് എന്തായാലും പോലീസ് ആ വഴിക്കും മുന്നോട്ട് പോകുന്നുണ്ട്. അവന് പക്ഷെ ഈ ആശുപത്രി അധികൃതർ ഈ ഒരു വിഷയം, ഈ ഒരു വാദം തള്ളുന്നുണ്ടല്ലേ ഈ കുട്ടിയുടെ വീട്ടുകാരുടെ? അരുൺ, കേൾക്കുന്നുണ്ടോ? ഹലോ, അതായത് ഈ കുഞ്ഞിന്റെ മരണകാരണമായി ബന്ധുക്കൾ പറയുന്നതിനെ ഈ ആശുപത്രി അധികൃതർ തള്ളുകയല്ലേ, ആ വാദം തള്ളുകയല്ലേ? തീർച്ചയായും ആശുപത്രി അധികൃതർ ഈ വാദത്തെ തള്ളുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കൾ ഈ ഒരു വിഷയത്തിൽ ചികിത്സാ പിഴവ് സംഭവിച്ചു എന്നുള്ള നിലപാടിലാണ് ഇരിക്കുന്നത്. കാരണം ഇവിടെ എത്തി ഈ കുട്ടിക്ക് ആദ്യം ആവി ഉൾപ്പെടെയുള്ള നൽകിയപ്പോൾ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു, വളരെ ചിരിക്കുകയായിരുന്നു പറയുന്നു. തുടർന്ന് അച്ഛനോട് മുട്ടായി ആവശ്യപ്പെടുന്നു, മുട്ടായി വാങ്ങിക്കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം അടുത്ത സംഭവത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഈ പറയുന്ന കുട്ടിയുടെ അച്ഛൻ സിദ്ദിഖിന്റെ മൊഴിയിൽ നിന്ന് ഉയരുന്നത്. എന്താണ് സംഭവിച്ചത്, ഒരു ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇനിയും വ്യക്തത വരാനുണ്ട്. എന്തായാലും വിഷയം വളരെ ഗൗരവമായി തന്നെ നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. ആവണി, ശരി. അരുൺ മോഹനാണ് നെയ്യാറ്റിൻകരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. 2.5 വയസ്സുകാരിയായ ഐഷ ഫാത്തിമയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡോക്ടറുടെയും ആശുപത്രി അധികൃതരുടെയും ഒക്കെ വാദങ്ങൾ തള്ളുകയാണ് കുട്ടിയുടെ ബന്ധുക്കൾ. ഈ കുട്ടിയുടെ പിതാവ് സിദ്ദിഖ് തന്നെ ഇപ്പോൾ സിദ്ദിഖിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഇത്തരത്തിൽ കുഞ്ഞിനെ ഒന്നും കടിച്ചിട്ടില്ല എന്നും ഈ ആശുപത്രിയിലെത്തി 2 ഇഞ്ചക്ഷൻ വെച്ചതിന് പിന്നാലെയാണ് കുഞ്ഞ് ബോധരഹിതയായതെന്നുമാണ് അദ്ദേഹം പറയുന്നത്.
പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ വന്നാൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ, എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതേസമയം ആശുപത്രി അധികൃതർ ഈ വാദമൊക്കെ തള്ളുന്നുണ്ട്. ഈ കുഞ്ഞിൻ്റെ ആരോഗ്യനില വഷളായിരുന്നുവെന്നും കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ബോധരഹിതയായിരുന്നുവെന്നുമൊക്കെയാണ് ഈ ആശുപത്രി അധികൃതർ എന്തായാലും പറയുന്നത്. എങ്ങനെയാകും ഇനി ഇതിൽ ഒരു അന്വേഷണം നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിൽ നിർണായകമാണ്. എന്തായാലും ഡോക്ടർ പറഞ്ഞതുപോലെ കുഞ്ഞിനെ ഒന്നും കടിച്ചിട്ടില്ല എന്നാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ പറയുന്നത്. കുഞ്ഞിനെ എന്തോ കടിച്ചു എന്നുള്ളൊരു വാദമാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ ഒരു സ്ഥിരീകരണം ഇതുവരെയും ആയിട്ടില്ല. ഇക്കാര്യങ്ങൾക്കായുള്ള പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ആവശ്യം തന്നെയാണ്. ഇപ്പോൾ യുവമോർച്ച നേതാവായ അഖിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഖിൽ, നിങ്ങളൊക്കെ ഇന്ന് അവിടെ പ്രതിഷേധം നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഡോക്ടർമാരുടെ വാദമെന്ന് പറയുന്നത് കുഞ്ഞിനെ എന്തോ കടിച്ചിരുന്നു, കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ കുഞ്ഞ് ബോധരഹിതയായിരുന്നു എന്നുമൊക്കെയാണ്. എന്നാൽ വീട്ടുകാർ ഈ വാദങ്ങളൊക്കെ തള്ളുന്ന ഒരു സാഹചര്യവുമാണല്ലേ? അല്ല, ഞങ്ങൾ ചോദിക്കുന്നത്, യുവമോർച്ച ഈ സമരം നടത്തുമ്പോഴും കേരളത്തിലെ പൊതുസമൂഹം ഈ വിഷയത്തിൽ ചോദിക്കുന്നത്, ബോധമുള്ള ഒരാൾ ആശുപത്രിയിൽ പോയാലും ബോധമില്ലാത്ത ഒരാൾ ആശുപത്രിയിൽ പോയാലും ജീവൻ കയ്യിൽ പിടിച്ച ഒരാൾ ആശുപത്രിയിൽ പോകുന്നത് എന്തിനാണ്? ആ ജീവൻ രക്ഷിക്കാനാണ്. അസുഖവുമായി ആശുപത്രിയിലേക്ക് എത്തുന്ന ആൾക്ക് കേരളത്തിലെ ആശുപത്രികളിൽ മരണവുമായി തിരിച്ചു പോകേണ്ടി വരുന്ന സ്ഥിതി, അത് കുട്ടിയാകട്ടെ വലിയ ആളാകട്ടെ, ആ സ്ഥിതിയിലേക്ക് എത്തുന്നില്ലേ? കാട്ടാക്കടയിലെ ഈ ചികിത്സാപ്പിഴവിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ മരണമാണ്, ഈ മാസങ്ങളിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ മരണമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഒരു 35 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ ശ്വാസം മുട്ടുമായി ഒരു വിളപ്പിൽ എന്ന് പറയുന്ന ഒരു ആശുപത്രിയിലേക്ക് പോകുന്നു. മരണത്തിന്റെ അടിമപ്പെട്ട് അല്ലെങ്കിൽ മരണം സംഭവിച്ച് തിരിച്ചു പോകേണ്ടി വരുന്നു. ഇതാ ഇപ്പോൾ ഐഷ ഫാത്തിമ എന്ന് പറയുന്ന 1.5 വയസ്സുള്ള ഒരു കുട്ടി ആശുപത്രിയിലേക്ക് പോകുന്നു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ആ കുട്ടിയെ ഓമനിച്ച് കണ്ട് താലോലിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ഈ നാട്ടിലെ സിസ്റ്റം തകരാറായ ആരോഗ്യവകുപ്പ് കവർന്നെടുത്തു എന്ന് പറയാൻ, അല്ലെങ്കിൽ അതിനെ കൊന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ആ കുട്ടിയുടെ കൊലപാതകത്തിനാണ് കാട്ടാക്കട MLA ആയിട്ടുള്ള IB സതീഷും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെ ഇത്രയും നശിപ്പിച്ച് മുച്ചൂട് മുടിച്ചിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും സമാധാനം പറയേണ്ടത്. ഞങ്ങൾ അതുകൊണ്ടാണ് സമരം. ഞങ്ങളെ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചു തകർക്കുകയോ പോലീസിനെ വെച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചാലൊന്നും ഞങ്ങൾ സമരം അവസാനിപ്പിച്ചു പോകില്ല. ഞങ്ങൾ യുവമോർച്ച ഈ സമരം ഏറ്റെടുക്കും. കാട്ടാക്കടയിലെ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് കാട്ടാക്കട മണ്ഡലത്തിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലും ഞങ്ങൾ വലിയ തോതിലുള്ള ഈ ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രി മേഖലയിലെ ശോചനീയാവസ്ഥ എല്ലാം ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധങ്ങൾക്ക് യുവമോർച്ച നേതൃത്വം. ഞങ്ങൾ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഇതുപോലെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് വരുമ്പോൾ ഇതുപോലെ ചികിത്സ നടത്താൻ എന്തു മാനദണ്ഡമാണ് ആശുപത്രിക്ക് ഇവിടുത്തെ ആരോഗ്യ വകുപ്പ്, DMO, ആരോഗ്യ സെക്രട്ടറി, ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന്റെ സിസ്റ്റം തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്? ഒരു പരിശോധന വേണ്ടേ? ഇത്തരത്തിലുള്ള ആശുപത്രികളിൽ എങ്ങനെയാണ് ചികിത്സ നടത്തുന്നത് എന്ന ഒരു പരിശോധന നടന്നത്. അത്തരമൊരു സംഭവം നടന്ന ഈ നിമിഷം വരെയും ആരോഗ്യ വകുപ്പിൽ നിന്നും ഒരാൾ പോലും ആശുപത്രിയിലേക്ക് എത്തുകയോ ഒരു പരിശോധന നടത്തുകയോ ഒരു മൊഴി രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ആശുപത്രിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നാണ് യുവമോർച്ച ആരോപിക്കുന്നത്. അതെ, വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? എന്താവശ്യമാണ് നിങ്ങൾ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്? ഞങ്ങൾ വലിയ പ്രതിഷേധവുമായി തന്നെയാണ് വരും ദിവസങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് യുവമോർച്ച വലിയൊരു സമരം, ഇതുമായി ബന്ധപ്പെട്ട് കാട്ടാക്കടയിലെ ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ വലിയൊരു സമരം കാട്ടാക്കടയിലെ യുവമോർച്ചയുടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയൊരു സമരം, മലയൻകീഴ് മുതൽ കാട്ടാക്കട വരെ വലിയൊരു സമരം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഞങ്ങൾ കാട്ടാക്കടയിൽ കാലുകുത്തിക്കില്ല. ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന് പറഞ്ഞ് നടക്കുന്ന സുഖിക്കുന്ന MLAയും ഞങ്ങൾ ഈ മണ്ഡലത്തിൽ കാലുകുത്തിക്കാത്ത തരത്തിലുള്ള സമരവുമായി യുവമോർച്ച മുന്നോട്ട് പോകും. ശരി, വളരെയധികം നന്ദി അഖിൽ പ്രതികരിച്ചതിന്. കാട്ടാക്കടയിലാണ് ഈ ദാരുണമായ സംഭവം നടന്നിട്ടുള്ളത്. 2.5 വയസ്സുകാരിയായ ഐഷ ഫാത്തിമയ്ക്കാണ് ജീവൻ നഷ്ടമായത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള വീഴ്ചയെന്നാണ് ഈ കുട്ടിയുടെ കുടുംബത്തിൻ്റെ ആരോപണം. എന്തായാലും കുഞ്ഞിനെ അബോധാവസ്ഥയിലാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നുള്ളൊരു വാദം ആശുപത്രി അധികൃതർ പറയുമ്പോൾ അതിനെ തള്ളുകയാണ് കുടുംബവും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതേസമയം ഇന്ന് യുവമോർച്ചയുടെയും അതുപോലെ തന്നെ DYFIയുടെയും ഒക്കെ പ്രതിഷേധം ഈ ആശുപത്രിക്ക് മുന്നിൽ നടന്നിരുന്നു. നേരിയ സംഘർഷ സാധ്യതയിലേക്കൊക്കെ ഈ കാര്യങ്ങൾ പോയിരുന്നുവെങ്കിൽ പോലും നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ യുവമോർച്ച അടക്കം വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകും. ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ ചികിത്സാ പിഴവ് അത് നിരവധി തവണയായി ഉന്നയിച്ച് വരികയാണ്. ഇപ്പോൾ
പൊതുപ്രവർത്തകനായ AK സാദിഖ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സാദിഖ്, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ആ ശസ്ത്രക്രിയക്കിടെ പിഴവ് സംഭവിച്ച ഉഷയുടെ കാര്യം ചർച്ച ചെയ്തത്. എന്നാൽ അതിൻ്റെ ഒരു ചൂട് മാറുന്നതിന് മുൻപാണ് ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടൊരു കാര്യം കൂടെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. എന്താണ് ഈ ആരോഗ്യ മേഖലയ്ക്ക് സംഭവിക്കുന്നത്? ആരോഗ്യ മേഖലയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ആവണി ചോദിച്ച ഈ ചോദ്യം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സംസ്ഥാന സർക്കാരിനോടും ആരോഗ്യ വകുപ്പ് മന്ത്രിയോടും ഒക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടിയോ വിശദീകരണമോ ഒന്നും നൽകാനോ ആശ്വാസകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനോ പകരം ഈ ചോദിക്കുന്നവരെ ആക്ഷേപിക്കാനും കുറ്റം മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടുവെക്കാനും ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്നും ഒക്കെയുള്ള മറുപടി കേട്ടിട്ട് നമ്മൾ എന്ത് മറുപടി പറയാനാണ്? ഒരു മന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഒക്കെ ഇങ്ങനെ നടക്കുമ്പം കുറെ പേരൊക്കെ ഇങ്ങനെയൊക്കെ മരിക്കും, അതൊന്നും ഒരു വിഷയമല്ലെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒരു മരണവും കൂടെ ഉണ്ടായി. എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഭരണാധികാരികൾ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവല്ലേ. ഇവിടെ ഈ കുട്ടി 2.5 വയസ്സുള്ള ഒരു പിഞ്ചു മകൾ, ഇരട്ടക്കുട്ടിയിലെ ഒരു കുട്ടി, ആ കുട്ടിക്ക് ആദ്യം കൺപോളയിൽ ചെറിയ വിഷയങ്ങൾ വരുന്നു. നോക്കൂ, അതിന്റെ മാതാപിതാക്കൾ, സാധാരണ നമ്മൾ പലപ്പോഴും പറയുന്നത് കുട്ടികൾക്ക് അസുഖമുണ്ടായാൽ മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട്, അനാസ്ഥ കൊണ്ട് മരണപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ചികിത്സിക്കണമെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന വാർത്തകളാണ്. ഇവിടെ നോക്കൂ, 18-ാം തീയതി ബുധനാഴ്ച ആ കുട്ടിയുടെ കണ്ണിന് ചെറിയ ഒരു കൺപോളയ്ക്ക് നീരോ എന്തോ തോന്നിയപ്പോൾ ആര്യനാട്ടെ സർക്കാർ ആശുപത്രിയിൽ ആദ്യം കൊണ്ടുവരുന്നു. അവര് അത്യാവശ്യം മരുന്ന് കൊടുത്തിട്ട് പറയുന്നു കണ്ണ് ഡോക്ടറെ കാണിക്കാൻ. അത് കഴിഞ്ഞു ഈ പറയുന്ന കാട്ടാക്കടയിലെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നു. കാട്ടാക്കടയിലെ ആശുപത്രിയിലും കൊണ്ടുവരുമ്പോൾ അവര് കണ്ണ് ഡോക്ടറെ കാണിക്കാൻ പറയുന്നു. അങ്ങനെ നേത്രവിദഗ്ധനെ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ കുട്ടിക്ക് ശ്വാസം മുട്ടലും അതുപോലെയുള്ള അസ്വസ്ഥതകളും ഒക്കെ വരുമ്പോൾ ഈ കാട്ടാക്കടയിലെ മമൽ ആശുപത്രിയിൽ വീണ്ടും കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവരുമ്പോൾ ശ്വാസം മുട്ടലും അതുപോലെയുള്ള പ്രശ്നങ്ങളുമായതുകൊണ്ട് അവർ ഓക്സിജൻ കൊടുക്കുന്നു, നെബുലൈസ് ചെയ്യുന്നു, വേപ്പറൈസ് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നു, ചെറിയ ആശ്വാസം കണ്ടെത്തിയെന്നും പറഞ്ഞു കേൾക്കുന്നു. എല്ലാം നമ്മൾക്ക് കേട്ടറിവാണുള്ളത്. എന്നിട്ട് ഇഞ്ചക്ഷൻ, 2 കൈയിലും ഓരോ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷമാണ് പെട്ടെന്ന് ഈ കുഞ്ഞിന്റെ ചുണ്ട് കോടുകയോ ചുണ്ടിന് പ്രശ്നമുണ്ടാകുകയോ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുകയോ ഒക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് ആ കുഞ്ഞിന്റെ പിതാവാണ്, കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളാണ് പറയുന്നത്. എന്നിട്ട് ഇതിന്റെ ഗൗരവം ഉൾക്കൊള്ളാത്തത് കൊണ്ടോ മനസ്സിലാക്കാത്തത് കൊണ്ടോ എന്തുകൊണ്ടോ പിന്നീട് ആ കുഞ്ഞിനെ നേരെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുചെല്ലുന്നു. സമയം കഴിയുമ്പോഴേക്കും ആ കുഞ്ഞു മരിക്കുകയാണ്. ഇവിടെ നോക്കൂ, ആര്യനാട് സർക്കാർ ആശുപത്രി, ഈ പറയുന്ന കാട്ടാക്കടയിലെ മമൽ ആശുപത്രി, ഐ സ്പെഷ്യലിസ്റ്റ് 3 ഡോക്ടർമാരെ 18-ാം തീയതി കൊണ്ട് തുടർച്ചയായ 3 ദിവസം കാണിക്കുന്നു. 4-ാം ദിവസം കഴിഞ്ഞ് 5-ാം ദിവസം ആ കുഞ്ഞ് മരിക്കുകയാണ്. ഈ ഇത്രയും വികസിതമായ ലോകത്തെ നമ്പർ 1 ആണെന്ന് മുഖ്യമന്ത്രിയുടെ ഇന്നിപ്പോൾ ഒരു 5 കിലോമീറ്റർ തിരുവനന്തപുരത്ത് കാറിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ ആരോഗ്യ മേഖലയെ പ്രശംസിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ഫ്ലക്സ് കട്ടൗട്ട്, മുഖ്യമന്ത്രിയുടെ 10 അടി നീളവും പൊക്കവും ഒക്കെയുള്ള മന്ത്രിയുടെയൊക്കെ പടം നമ്മളെ നോക്കി ഇരിക്കുകയാണ് ഈ വാർത്തകൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ. എന്നിട്ട് വിദേശത്തു നിന്നുള്ളവരൊക്കെ ഇവിടെ ചികിത്സിക്കാനായിട്ട് വരികയാണ്. എന്തെല്ലാം തള്ളലുകളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ കേട്ടത്. ഈ തള്ളലുകൾക്ക് പകരം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഇതിപ്പോ ഗവൺമെന്റ് ആശുപത്രിയല്ല, ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ വെച്ചാണ് ഈ മരണം സംഭവിച്ചത്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, പ്രൈവറ്റ് ആശുപത്രിയാണെങ്കിലും സർക്കാർ ആശുപത്രിയാണെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ ഭാഗ്യമുണ്ടെങ്കിൽ ജീവനോടെ മടങ്ങി വരാം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോ ഇതിനെ ആരൊക്കെ ഉത്തരവാദിത്തം പറയണം? ആരോഗ്യ വകുപ്പെന്നും പറഞ്ഞൊരു വകുപ്പുണ്ട്. ഇവിടെ നോക്കൂ, ആ ഡോക്ടർ പറഞ്ഞു എന്ന് പറയുന്നു ഈ കുഞ്ഞിനെ എന്തോ കടിച്ചതാണ്. വെറുതെ പറഞ്ഞാൽ മതിയോ? കടിച്ചതാണെങ്കിൽ ഒരു മുറിവ് വേണ്ടേ?
അത് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇനി അത് കടിച്ചതാണെങ്കിൽ ആ കടിച്ചത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ നാട്ടിൽ സംവിധാനമില്ലേ? പണ്ടൊക്കെ നമ്മൾ ഈ എന്താ പറയുക, വിഷഹാരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും കാലിലോ കയ്യിലോ എന്തെങ്കിലും കടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു MBBS ഇല്ലാത്ത ഈ നാടൻ നമ്മുടെ വൈദ്യന്മാരുടെയൊക്കെ കൊണ്ടുചെന്നാൽ അവർ മുറിവ് വെച്ച് കണ്ടുപിടിക്കും, കടിച്ചത് എന്താണെന്ന് കണ്ട് മറുമരുന്ന് കൊടുത്ത് എത്രയോ പേരെ രക്ഷിച്ച എത്രയോ അനുഭവങ്ങൾ നമ്മളുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ തന്നെയുണ്ട്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്നും ഒന്നും സംഭവിക്കാതിരിക്കാൻ വാക്സിനേഷൻ, ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന നാള് മുതലേ വാക്സിനേഷൻ, ഇതെല്ലാം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞിന് 2.5 വയസ്സേ ഉള്ളെങ്കിലും 3 മാസം ഈ കുഞ്ഞിന്റെ അമ്മ ഗർഭിണിയായിരുന്ന അന്ന് മുതൽ ആ കുഞ്ഞിനും ആ അമ്മയ്ക്കും സർവ്വ വാക്സിനും നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. ഒരു വാക്സിൻ എടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ ഒരു അഴിച്ചുപണിക്കും വലിയ ഒരു ഗവേഷണത്തിനുമൊക്കെ നമ്മൾ തയ്യാറാകണ്ടേ? നിർഭാഗ്യവശാൽ ആ മേഖലയിലേക്ക് എങ്ങും പോകാതെ സർക്കാർ നിർമ്മിക്കുന്ന പുതിയ മദ്യത്തിന് ഏറ്റവും നല്ല പേര് കണ്ടുപിടിച്ച് നൽകുന്ന ആളിന് 20,000 രൂപ. ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായാൽ അത് കണ്ടുപിടിക്കാനോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റെമഡിയൽ മെഷേഴ്സ് കണ്ടെത്താനോ ഒക്കെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി 5 പൈസ ചെലവാക്കാൻ ഈ സർക്കാരിന് ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം ആളുകളുടെ സുരക്ഷയോ ജീവനോ കുഞ്ഞുങ്ങളുടെ സുരക്ഷയോ ഒന്നുമല്ല. എത്രയോ കുഞ്ഞ് നമ്മളിത് പറഞ്ഞു കേട്ടും മടുത്തു. മറിഞ്ഞു വീണ് ഒരു ചെറിയ പരിക്കുമായി പോകുന്ന ഒരു കുഞ്ഞ് തിരികെ വരുന്നത് ഒരു കൈയില്ലാതെയാണ്. ഒരു കൈക്ക് ഒടിവ് പറ്റി പ്ലാസ്റ്റർ ഇടാൻ പോയി, പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയതിന്റെ ഇരട്ടി വളവിലാണ് മറ്റൊരു ഇത്. ആ ഡോക്ടർ പറഞ്ഞാൽ കേട്ടോ, അവനെയും കേട്ട് കാണുമല്ലോ. അത് ഒക്കെ സ്വാഭാവികമായി ഉണ്ടാകും. അതങ്ങ് ഒന്നും ചെയ്തില്ലെങ്കിലും വളവ് നൂരുമെന്നൊക്കെ. മറ്റൊരു ഡോക്ടർ പറഞ്ഞ എന്താ, കത്രിക, അത് കത്രികയല്ല മൊസ്കിറ്റോ, 10 സെന്റിമീറ്റർ നീളമുണ്ട്, പേരെന്തായാലും 50 വർഷം അവിടെ ഇരുന്നാലും ഒരു വിഷയവുമില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആർക്കും അവരവരുടെ മേഖലയിലെ ചുമതലയ്ക്ക് ജോലിക്ക് ഉത്തരവാദിത്വം ഇല്ല. ആരെങ്കിലും വരും, എന്തെങ്കിലും കൊടുക്കും, അവർക്ക് ഭാഗ്യമുണ്ടേ രക്ഷപ്പെടും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വവും ഇല്ല. ഇത് നിരുത്തരവാദപരമായ ഒരു സമീപനമല്ലേ, അപരിഷ്കൃതമല്ലേ? കേരളം ഇനിയുള്ള നാളുകളിൽ ഇങ്ങനെ പോകുന്നതെങ്കിൽ മുമ്പ് കേട്ട നല്ല വാക്കുകളെല്ലാം തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരും. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു, അപ്പോഴേ അത് മരിക്കുകയുണ്ടായി. മറ്റേ കുറെ ഈ വിളപ്പിലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാത്രിയില് ഭാര്യ ഭർത്താവിനെ സ്കൂട്ടറിന്റെ വളരെയധികം നന്ദി ശ്രീ കെ സാദിഖ്. ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഞാൻ സമയപരിമിതി മൂലമൊന്ന് ഇടപെടുകയാണ്. കാട്ടാക്കടയിലാണ് 2.5 വയസ്സുകാരിയായ ഐഷ ഫാത്തിമയ്ക്ക് ജീവൻ നഷ്ടമായത്. ഈ ചികിത്സാ പിഴവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആശുപത്രി അധികൃതർ ഇത് തള്ളുന്നുമുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കോഴിക്കോട് നിന്നുമാണ് വരുന്നത്. കോഴിക്കോട് കോൺക്രീറ്റ് സ്ലാബ് ഇടിഞ്ഞു വീണ് 3 തൊഴിലാളികൾ മരിച്ചു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ജബാർ, അഷ്റഫ്, ബഷീർ എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിട ഭാഗം ഇടിഞ്ഞാണ് ഈ അപകടമുണ്ടായത്. ജോഷി TV ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജോഷി, ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം ഉള്ള ഒരു കെട്ടിടമാണ് ഇടിഞ്ഞു വീണതെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഇത് അപകടാവസ്ഥയിലായിരുന്നോ? അത് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ കെട്ടിടം പഴയ പാസ്പോർട്ട് ഓഫീസൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടമാണ്. 70 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് പൊളിച്ചു മാറ്റുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ ഇവിടുത്തെ വ്യാപാരികളും മറ്റും ഈ ആവശ്യത്തിലേക്ക് കടന്നതാണ്. എന്നാൽ ചില എതിർപ്പുകളും അങ്ങനെയുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ കാരണം ഇത് ഈ അപകടാവസ്ഥയിലുള്ള കെട്ടിടം തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. ഇതിൽ ചില ഗോഡൌണുകളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച ഈ കൂടുതൽ പരിശോധനകളൊക്കെ നടത്തുമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും വലിയ ദാരുണമായ ഒരു അപകടത്തിലേക്ക് ഈ അനാസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. ആ രീതിയിൽ ഈ കെട്ടിടം പൊളിച്ചു മാറ്റാത്തത് വലിയൊരു അപകടത്തിലേക്ക് വഴിവെച്ചു എന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി. ഇപ്പോൾ നിലവിലെ 3 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 2 പേർ ചികിത്സയിലുമാണ്. ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ചികിത്സയിലുള്ള 2 പേരിൽ ഒരാളെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലായിരുന്നു പരിക്കേറ്റ എല്ലാവരെയും എത്തിച്ചിരുന്നത്. ഇവിടെ വെച്ചാണ് 3 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും വിനോദ് എന്ന ജബ്ബാർ, അഷ്റഫ്, ബഷീർ
ഈ 3 പേരുടേതാണ് മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. വിനോദ്, കോയ എന്നിവർക്കാണ് മറ്റു പരിക്കേറ്റവർ. ഇതിൽ വിനോദിന്റെ നില അല്പം കൂടി ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റേയാൾക്ക് സാരമായ പരിക്കുകളില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വലിയ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ കൂടുതൽ ആളുകൾ ഈ അപകടത്തിൽ പെടാതിരുന്നത്. ഈ സംഭവ സമയത്ത് 7 തൊഴിലാളികളാണ് ഇവർ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അവിടെ 7 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേർക്ക് കാര്യമായ പരിക്കുകളില്ലാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി മാറാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ 5 പേർക്ക് പരിക്കേൽക്കുകയും അതിൽ 3 പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. ശരി, വളരെയധികം നന്ദി ജോഷി. കോഴിക്കോട് വലിയങ്ങാടിയിലാണ് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചത്. ജബ്ബാർ, അഷ്റഫ്, ബഷീർ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 5 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇവരിൽ 3 പേരാണ് മരണപ്പെട്ടത്. 2 പേരിപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ ഒരാളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 7 പേരാണ് ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നത്. 2 പേര് ഉടൻ തന്നെ മാറിയതിനാൽ അവിടെ നിന്നും ഈ അടർന്നു വീഴുന്നൊരു ഭാഗത്തു നിന്നും പെട്ടെന്ന് തന്നെ മാറാൻ സാധിച്ചതിനാലാണ് ഇവരുടെ ജീവൻ രക്ഷിക്കാനായത്. മറ്റുള്ള 5 പേരാണ് ഈ അപകടത്തിൽ പെട്ടുപോയത്. ഇതിൽ 3 പേരാണ് മരിച്ചത്. 2 പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.